ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ സംഘർഷങ്ങൾ ഒരുപക്ഷെ വിദേശ തലങ്ങളിലുള്ള ഇടപെടൽ, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലൊക്കെയും കൃത്യമായി അവിടേക്ക് എത്തുകയാണ്, പാകിസ്ഥാനിലേക്ക്. കാരണം പാകിസ്ഥാൻ അക്രമം അവസാനിപ്പിക്കണമെന്ന തരത്തിൽ അത് ഇന്ത്യയുടെ ഒരു വലിയ വിജയമായി തന്നെയാണ് കാണാനാകുന്നത്. പക്ഷേ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷം ഏത് വിധത്തിലാണ് നീങ്ങുന്നത്? സൈന്യത്തിനെതിരെ അവിടുത്തെ എംപിമാർ, ജനങ്ങളൊക്കെയും നീങ്ങുന്നൊരു ഘട്ടമുണ്ട്. സ്വാതി, തീർച്ചയായും എന്തായിരുന്നാലും പാകിസ്ഥാൻ്റെ പ്രകോപനം അതിർത്തി സംസ്ഥാനങ്ങളിൽ തുടരുന്നു. തിരിച്ചടിക്കുകയാണ് ഇന്ത്യ. ഒരു വിധത്തിലും പാകിസ്ഥാൻ്റെ ഒരു പ്രകോപനത്തിലും വീഴില്ല, കൃത്യമായ തിരിച്ചടി നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് സൈന്യം ഇപ്പോഴും അറിയിക്കുന്നത്. BSF സൈന്യം ഇറങ്ങിയിട്ടില്ല, പലയിടങ്ങളിലും BSF തന്നെയാണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് തന്നെയാണ് ഇടപെടുന്നത്. രൂക്ഷമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ആർമി അങ്ങനെ ഒരു നേരിടുന്ന രീതിയിലേക്ക് സാധാരണ ഇറങ്ങാറുള്ളൂ. BSF കൊണ്ട് തന്നെ പ്രതിരോധിക്കാവുന്ന ഘട്ടം മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചുള്ളൂ. എന്തായിരുന്നാലും പാക് പ്രകോപനം തുടരുന്ന ഘട്ടങ്ങളിലൊക്കെ, കാരണം ഇന്ത്യ ഭീകരതയാണ് എതിർത്തത്, ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്, കൊടും ഭീകരരെയാണ് വധിച്ചത്, ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളാണ് തകർത്തത്. അത് POKയിലായാലും പാകിസ്ഥാനിലായാലും ചെയ്തത് അത്രയും ഭീകരരെ കേന്ദ്രീകരിച്ചാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് സാധാരണ ജനങ്ങൾക്ക് നേരെ വീണ്ടും പാകിസ്ഥാൻ്റെ പ്രകോപനം ഉണ്ടാകുന്നത്. ഭീകരരെ ഒതുക്കുക, ഭീകരാക്രമണം അതിർത്തി കടക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് പാകിസ്ഥാൻ ചെയ്യേണ്ടതിന് പകരം ഗ്രാമങ്ങളെ, അതിർത്തി സംസ്ഥാനങ്ങളെയൊക്കെ, ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളെയൊക്കെ ആക്രമിക്കാനാണ്, പ്രകോപനം തീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമം. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങളെയെല്ലാം അന്തരീക്ഷത്തിൽ തന്നെ തകർത്ത് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങൾ അത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാവുന്നതല്ല ഇന്ത്യയെ സംബന്ധിച്ച്. അതുകൊണ്ട് തുടർന്ന് പോകുന്ന അക്രമത്തിൽ, തുടർന്ന് പോകുന്ന ഈ സംഘർഷത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടൽ അനിവാര്യമായി വരുന്നു. ചൈനയും അമേരിക്കയും ഒക്കെ അത്തരത്തിൽ പാകിസ്ഥാനോട് അക്രമം നിർത്തൂ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണുള്ളത്. അതിർത്തിയിലെ സംഘർഷം സ്വാതി ഒഴിയുന്നില്ല. ഇതിൻ്റെ മുഴുവൻ കാരണവും ഈ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യക്ക് ആക്രമിക്കാൻ മുതിരേണ്ടി വന്ന സാഹചര്യവും സൃഷ്ടിച്ചതും പാകിസ്ഥാനാണ്. ഇപ്പോൾ പ്രകോപനം സൃഷ്ടിച്ച് ആ സംഘർഷം തുടർന്നു കൊണ്ടുപോകുന്നതും പാകിസ്ഥാനാണ്. അതാണ് വസ്തുത. അജിംഷാദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഭീകരാക്രമണം, അതായത് പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ തിരിച്ചടി, ആ ഇന്ത്യയുടെ തിരിച്ചടി കൃത്യമായും ആസൂത്രിതമായിരുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയിട്ടുള്ള ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യയുടെ സംയുക്ത സേന നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള പാക് പ്രകോപനങ്ങൾ ഈ അതിർത്തി മേഖലകളിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെയും പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അടിയന്തരമായി തന്നെ ഇന്ന് ദില്ലിയിൽ വീണ്ടും ഒരു യോഗം, വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനം ഏകദേശം 6 മണിയോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് വാർത്താ സമ്മേളനം നടത്തുക. നേരത്തെ 5:30 എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത് 6 മണിയിലേക്ക് വാർത്താ സമ്മേളനം മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. കൃത്യമായും ഈ പാകിസ്ഥാൻ തുടരുന്ന പ്രകോപനം രാവിലെ ഏകദേശം 10 മണിയോടെ 10:30 വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിനുശേഷവും ദിവസത്തിൽ രണ്ടാമതും വീണ്ടും വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായും ഈ പാക് പ്രകോപനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം, അതിൽ ഇന്ത്യയുടെ തിരിച്ചടി സംബന്ധിച്ച് ഇന്ത്യ ഇനി ഏത് തരത്തിൽ നടപടികൾ ശക്തമാക്കുന്നു, ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം തന്നെ ആയിരിക്കും വരുന്ന വാർത്താ സമ്മേളനത്തിൽ എന്നുള്ളതാണ് നാം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികൾ സൈന്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമന്ത്രി അതിനുശേഷം കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി. സൈനിക മേധാവികൾ, അതോടൊപ്പം പ്രതിരോധ മന്ത്രി, 3 സൈന്യത്തിന്റെ മേധാവികൾ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുൾപ്പെടെ ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ ഒക്കെയും ഫലം എന്താണ്, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചകളിൽ എന്തൊക്കെയാണ് ചർച്ചയായി വന്നത്, ആ വിശദാംശങ്ങൾ തന്നെയായിരിക്കും ഇനി നടക്കുന്ന വാർത്താ സമ്മേളനം. ഏകദേശം 6 മണിയോടെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ തന്നെയായിരിക്കും വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഘട്ടത്തിലും, ഈ പറയുന്ന ഘട്ടത്തിൽ പോലും നിരവധിയായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അത്തരത്തിലുള്ള ആ രീതിയിൽ തന്നെ ഇന്ത്യൻ സേന തിരിച്ചടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. BSF
ഉൾപ്പെടെ പാകിസ്ഥാൻ അതായത് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നിട്ടുള്ള പഞ്ചാബിൽ ഉൾപ്പെടെ BSF നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളെ ഇപ്പോൾ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും 6 മണിയിലേക്ക് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായക തീരുമാനങ്ങൾ എന്തെങ്കിലും ഈ വാർത്താ സമ്മേളനം സംബന്ധിച്ച് ഉണ്ടാകുമോ എന്നുള്ളതും നാം കാത്തിരിക്കുകയാണ്. അജിംഷാദ്.